ഹലോ, ഇന്ന് നമ്മളെ ചെറിയൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ചിക്കൻ കറി നമ്മളിന്ന് മുല്ലശ്ശേരി പോയപ്പോൾ മുല്ലശ്ശേരി ഹോസ്പിറ്റലിലേക്ക് പോയതും എൻ്റെ ഷുഗറിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെ നിന്നൊരു ചിക്കൻ വാങ്ങിയിരുന്നു, 2 ചിക്കൻ വാങ്ങി, ഒന്ന് കറിക്കും ഒന്ന് അൽഫാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഉമ്മ അവിടെ ക്ലീൻ ആക്കുന്നുണ്ട്. അതിന് ശേഷം അത് മസാല പുരട്ടി ചിക്കൻ കറിയൊക്കെ വെക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകുന്നതിലോട്ട് പോയാലോ? എന്തോ അമ്മ അവിടെ നിന്ന് ചെയ്യുന്നു നോക്കിയാലോ? 2-3 വട്ടം കഴുകി, 4 വട്ടം കഴുകി. ഒരു ചിക്കൻ നമ്മൾ 4 പീസാക്കിയില്ലേ? അത് അൽഫാമിനുള്ളത്, ഇത് കറിക്കുള്ളത് കഴുകിയിട്ടില്ല, കഴുകാൻ പോകണുള്ളൂ. അൽഫാമിനുള്ളത് ഉമ്മ നല്ല പോലെ ക്ലീൻ ആക്കി കഴുകുന്നുണ്ട്. ഹലോ, അങ്ങനെ നമ്മൾ അൽഫാമിനുള്ള ചിക്കനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് കഴുകി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അൽഫാം റെഡിയാക്കുന്നത് സാലിക്കുട്ടിയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിലോട്ട് പോവാം. എന്താണ്, ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ അന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ മറ്റേ പേര് പറയാൻ പറഞ്ഞു. എന്താ നമ്മൾ അന്നത്തെ ജീപ്പാസിന്റെ ഓയിൽ ഇല്ലാതെ എയർ ഫ്രയർ. അതിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടാത്ത കാരണം അവിടെ വെച്ച് പറയാൻ പറ്റില്ല. അപ്പൊ എയർ ഫ്രയറിലാണ് നമ്മൾ ഇന്ന് മസാല സെറ്റ് ആക്കിയിട്ട് ആ 4 പീസ് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് അവസ്ഥ, കാര്യങ്ങളൊക്കെ നോക്കാം. അന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്തൊന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു. അപ്പൊ പിന്നെ അതൊന്നും കാണിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുറെ പേര് നമുക്ക് കമന്റിൽ വന്നിരുന്നു, ലാസ്റ്റത്തെ ആ വീഡിയോ കണ്ടില്ലല്ലോ സെക്കൻഡ് പാർട്ട് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് എടുക്കാട്ടോ. മറ്റേ എയർ ഫ്രയറിൽ നമുക്കത് മസാല ഒക്കെ പരട്ടി സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ചിക്കൻ കറി അത് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം പറഞ്ഞു. അപ്പൊ അത് ഉണ്ടാക്കുന്നതും നമുക്കൊരു വീഡിയോയിലോട്ട് കാണാം കേട്ടോ. അപ്പോ ചിക്കൻ അതിനുള്ള മസാല റെഡിയാക്കുന്നതിലോട്ട് പോവാട്ടോ. ഉമ്മ ഒരു വട്ടം കഴുകിയിട്ട് ഇങ്ങനെ കൊട്ടേച്ചാണ്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഇതാക്കിയിട്ട് ഇനിയിപ്പോ ഇത് അരിയാൻ നിക്കണ്ടേ, അപ്പം അതിലേക്ക് നോക്കാം. അതെ, ഞാൻ അരിഞ്ഞേരാട്ടാ. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ കഴുകി സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം അരിഞ്ഞ് മസാല ഒക്കെ പുരട്ടി ഒരു എത്ര മണിക്കൂറൊക്കെ വെക്കാം? അറിയില്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കാം. 2.5 മണിക്കൂറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പരമാവധി എങ്ങനെയാണോ സമയം നോക്കിട്ട് അരിയുണ്ട്, ഞാൻ പിടിക്കാം. അപ്പൊ അരിയാന് ദേശപ്പിക്കാൻ്റെ കൊടുത്തിട്ടുണ്ട്. മുറിയില്ലല്ലോ, കറക്റ്റായിട്ട് അരിയണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ തന്നെയല്ലേ? അരിയണത് പിന്നെ എങ്ങനെയാലും കുഴപ്പമില്ല, മസാല പിടിച്ചാൽ പോരെ. അപ്പോ അരിയൽ പരിപാടി നമുക്ക് താഴത്തിൽ അരിഞ്ഞാലാണ് നല്ല അടിപൊളിയായിട്ട് മസാല അടിയിലേക്ക് പിടിക്കുകയുള്ളൂ കേട്ടാ. അപ്പൊ നമുക്ക് ആഴത്തിൽ അരിയണം. അരിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് ഉപ്പും സുർക്കയും ഉള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അന്ന് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, നല്ല മസാല ഒക്കെ പിടിക്കട്ടല്ലേ. ഈ നെയ്യ് ഞാൻ ചോദിച്ചപ്പോ ഉമ്മ എന്താ പറഞ്ഞു അറിയോ? നമ്മൾ മറ്റേല് വെക്കുന്ന കാരണം അത് ഉരുകി അങ്ങോട്ട് പൊക്കോളൂന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വിഷയല്ല, എടുക്കണ്ട. അപ്പം ഇല്ല, ക്രോസ് എങ്ങനെയാ? ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെ സൈഡാ അല്ലേ? ഇവിടെ അരിയണ ഇവിടെയൊക്കെ കേപ്പുണ്ട്, അവിടെയൊക്കെ അരിയല്ലേ? ഇവിടെ അല്ല, നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കേട്ടാ. കത്തി നല്ല മൂർച്ച ഉണ്ടെങ്കിൽ എല്ലാം പടപടയാണ്, പക്ഷെ മൂർച്ച ഇല്ലെങ്കിൽ ഒന്നും കൊടപടയാണ്. ഇതൊക്കെ അല്ലേ, ഇതുപോലെ ഞാൻ അടുത്തത്. ഇത് കണ്ടില്ല മക്കളെ, വീഡിയോക്ക് വേണ്ടിട്ട് എന്റെ അടുത്ത് അരിയാൻ പറഞ്ഞിട്ടേ, എന്നിട്ട് വാങ്ങിയിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് പറയാം ഇങ്ങനെയാണോ വറക്കണത് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് മുറിക്കാൻ കേട്ടാ. എന്താ ചെയ്യാ, മുറിക്കി നല്ല മൂർച്ച മുറിക്കും. ഇപ്പൊ അല്ല അറഞ്ഞം പുറഞ്ഞം മുറിച്ച് കൊളാക്കി. ഇതാണ് ആള്. ഞാൻ മുറിച്ച് നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര ഗ്ലാമറാണ്. എന്താവുക അവസ്ഥ? അങ്ങനെ തന്നെ പറയില്ലേ. ഉമ്മപ്പ വരും. നിങ്ങൾ എന്താ അച്ചാറുണ്ടാക്കുക? നമ്മൾ അതേ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് വിനീഗറും ഉപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. വിനീഗറാണോ വിനാഗറാണോ? സുർക്ക.
സുർക്ക ഇതൊക്കെ ഒന്ന് തന്നെയല്ലേ? എന്തിട്ട് ഇപ്പൊ വിനീഗർ ഉപ്പും അതെന്താ മൊത്തം പിടിക്കാൻ വേണ്ടിട്ടാണോ? ഇങ്ങനെ ഇടാനാണ് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ പറയുന്നത്. സോഫ്റ്റ് ആയി കിട്ടുന്നു ചിക്കന്. വീഡിയോ നോക്കിയിട്ടാണ് ഉണ്ടാക്കണം മലയാളി. അപ്പൊ കണ്ടില്ലേ വീഡിയോ കാണുന്നവര് കണ്ടില്ലേ? ഇതെല്ലാം വീഡിയോ നോക്കിയിട്ടാണ് കേട്ടോ. സ്വന്തം ഒന്നല്ല. സ്വന്തം വേണമെങ്കിൽ നമ്മുടെ ആര് വരണം? നമ്മുടെ സ്വന്തം കിളയി വരണം. നമ്മുടെ സ്വന്തം മദർ വന്നാലേ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇതൊക്കെ നമ്മളൊക്കെ വീഡിയോ നോക്കിയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ടീംസുകളാണ്. ഉമ്മ ഇങ്ങനെ ചെയ്യല്? ഉമ്മ അങ്ങനെ ചെയ്യലില്ല. അന്ന് ഇങ്ങനെ ആക്കിയോണ്ടാണ് സോഫ്റ്റ് ഉണ്ടായിരുന്നു. എന്നാക്കിയ പോലെ ഉമ്മ അവിടെ ചിക്കൻ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര പീസ് പോയിന്ന് അറിയില്ല. പക്ഷെ അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പരാള്. വരുന്നുണ്ട് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുഡും എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കി ഇത് എത്ര നേരം വെക്കണം? ഇതിപ്പോ വെക്കാനൊന്നുമില്ല. നമ്മളിനിപ്പോ മസാല മിക്സ് ആക്കാൻ പോവല്ലേ, അതുവരെ അതാ വെള്ളത്തിൽ കിടന്നാൽ മതി. കണ്ടില്ലേ ഉമ്മ അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അതിന് മുമ്പ് നാളത്തെ പരിപാടിക്കുള്ള ഉമ്മ എന്താ പരിപാടി? നാളെ നമ്മളെ ഉണ്ണിനെ കൊണ്ടുവരാൻ പോവല്ലേ. അപ്പൊ കാലത്ത് എല്ലാം കഴിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാ. കടയിൽ കയറി കഴിക്കുമ്പോ അത് ശരിയാവില്ല, ഇഷ്ടല്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് കറിയൊക്കെ വെച്ചാല് ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ കറി കൂട്ടിയിട്ട് ദോശയോ ഇഡ്ഡലി ഉണ്ടാക്കിയാലേ വേഗം പണി കഴിയും. രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് ദോശ അപ്പൊ നമുക്കൊരു 9 മണിയാകുമ്പോഴേക്കും ചായയുടെ കടി ഉണ്ടാക്കിയാലേ കഴിച്ചിട്ട് വേഗം പോവാല്ലോ. അപ്പൊ അതിന് അരി വെള്ളത്തിലിടാൻ പോവാ. അപ്പൊ അതില് വല്ലതും ഉണ്ടോന്ന് നോക്കണം. അതിന്റെ ഉള്ളില് ചെറിയ ഓരോ ഉച്ചുണ്ട്, ചെറിയ ഓരോ ഉച്ച്. അപ്പൊ അത് കളഞ്ഞിട്ടിടാനാ. ഇപ്പൊ ദോശക്ക് ഇപ്പൊ നമ്മൾ അരിയും പിന്നെ ഇതാണ് ഉഴുന്ന് അടിയില് ഉഴുന്നും ഉരുവല്ലേ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശക്കുള്ളത് സെറ്റ് ആവും. അപ്പൊ വൈകിട്ട് ഒരു 5 മണി 6 മണിയല്ല, വൈകിട്ട് ഒരു 8-9 മണിക്ക് അരച്ച് വെച്ചാല്, നേരത്തെ കാലത്തിട്ടാല് നമുക്കൊരു 4 മണിക്ക് അരച്ച് വെക്കാം. ഇതിപ്പോ ഈ നേരത്തല്ലേ ഇടണം. അതുകൊണ്ട് ഒരു 8-8:30 അരച്ച് വെച്ചാല് കാലത്തടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ പരിപാടിയിലോട്ട് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ വെക്കാം. ചിക്കൻ നമ്മള് കറിയാ എന്താ വെക്കാൻ പ്ലാൻ? ചെറിയൊരു വരട്ടി പോലെ വെക്കാം, കുറച്ചെണ്ണേ ഉള്ളൂ. വരട്ടി പോലെ അല്ലേ? ഓക്കെ. ഇവിടെ എന്തായി? ഇവിടെ മസാല അരിക്കാനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സബോള ഒക്കെ ഇനി പൊടികളൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ കറക്ക വേണ്ടു. ഇവിടെ സുർക്കയില് നമ്മുടെ നേരത്തെ ചിക്കൻ കിടന്ന് തിളക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ റെഡി ആവട്ടെ. ഉമ്മാന്റെ അവിടുത്തെ അരിന്റെ പരിപാടി റെഡി ആവട്ടെ. എന്നിട്ട് ഉമ്മ ചിക്കൻ പരിപാടി റെഡി ആവുമ്പോ നമുക്ക് അതിലോട്ട് വരാം. ക്യാമറമാൻ ഷെഫീഖിനൊപ്പം ഉമ്മ ആൻഡ് വൈഫ്. ഇവിടെ നമ്മുടെ ആമി വന്നിട്ടുണ്ട് കേട്ടാ. ആമി എന്താ ഇവിടെ സൗണ്ട് അടുക്കളയിൽ എന്നിട്ട് ചോദിക്കാൻ വേണ്ടി വന്നിട്ടതാ. ആമി ഒരു മ്യാവ് പറഞ്ഞേ. എന്ത് ആലോചിക്കാണല്ലോ കേറണോ വേണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്ക് 2 പൂച്ചകളല്ലേ. ഒന്ന് ആമി, ഇതിന് പാവം അതാണ് വിഷമത്തിൽ ഇങ്ങനെ നടക്കണത്. സബോള നമ്മളെന്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സബോള ഈ 3 ഇട്ടിട്ടുണ്ട്. ഈ 3 ഇട്ടിട്ട് നമ്മള് പൊടികൾ ഇടാൻ പോവാണ്. ആമി എന്താ വന്നിരിക്കണേ? എന്താ വേണ്ട ആമിക്ക്? ആമിന്റെ കണ്ണിന് എന്ത് പറ്റി? ആമീനെ കാണിച്ചു തരാം. കുറച്ച് പപ്പുവിനെ കാണിച്ചു തരാം കേട്ടാ. ആമിക്ക് വിശക്കുന്നുണ്ടാ? നമ്മളിതാ ഇതിട്ടിട്ടുണ്ട്, മുളക് പൊടി. എന്താ ആമി നീ ഇങ്ങനെ വന്നിരിക്കണേ? നിന്റെ മൂക്ക് കണ്ട് ഞാൻ ജനങ്ങൾ കഞ്ഞി കുടിക്കില്ലല്ലോ. നെക്സ്റ്റ് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. മൂക്കല്ല കണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കണം പറഞ്ഞിട്ടുണ്ട് ഉമ്മ. നമ്മുടെ പപ്പു ഉണ്ട് കേട്ടോ. പപ്പു ആള് നമ്മൾക്ക് ഇപ്പൊ ഇതൊക്കെ ഇട്ടുകൊണ്ട് അടിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. വിനീഗർ അല്ല വിനാഗർ. അതിലെന്താ കൊടുത്തിരിക്കണേ പേര്? സിന്തറ്റിക് വിനാഗർ. അങ്ങനെ നമ്മളേ
മസാല ഒക്കെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അതിൽ കൊട്ടാ. മസാല അരച്ചിട്ടുണ്ട് അല്ലേ? നല്ല കുഴമ്പ് രൂപത്തിലുണ്ട്. ഇനി ഇതിലേക്ക് കുറെ സംഭവങ്ങൾ ചേർത്താനുണ്ട്. ഇനി ചേർത്താനുണ്ട്. അത് ഓഫാക്കി. അത് കുഴപ്പമില്ല. ഇവിടെ ഉമ്മാൻ്റെ അടുത്തേക്കോ. ഉമ്മ ഇവിടെ ചിക്കൻ കറിക്കുള്ള ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, അതായത് സബോള ഉച്ച കഴിഞ്ഞു. എന്തത്ര നേരം വൈകിന്ന് പറഞ്ഞാലേ നമ്മള് കാലത്തണിച്ച് ചോറ് നോക്കാൻ പോയി. കൊറേ ആയി നോക്കിട്ട്. അപ്പൊ ചിലര് പറയണ എന്താ നിങ്ങള് ചോറും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി പറയണെന്ന്. നമുക്കുള്ളത് നമ്മള് പറയണ്ടേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതിലെന്താ നാണക്കേട്? അപ്പൊ ആ ഷുഗറൊക്കെ നോക്കിട്ട് കൊറേ ആയി. ഒരു 6 മാസമൊക്കെ ആവും എന്റെ അറിവില്. അമല ആസ്പത്രിയിൽ ഞാൻ അന്ന് 10 ദിവസം കിടന്നിട്ട് വന്നിട്ട് അവിടെ നിന്ന് നോക്കിച്ചതാ. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് തീരെ വയ്യ. തല ഭയങ്കര കറക്കും, ഒരു പന്തികേട് പോലെ. അപ്പൊ കാലത്തടിച്ച് ഷുഗർ നോക്കാൻ പോയപ്പോ അധികമൊന്നുമില്ല. അല്ലെങ്കിൽ 300, 350 എന്നൊക്കെ പറഞ്ഞിട്ട് അവള് എന്നെ പേടിപ്പിക്കും. എന്തിത്താ എത്ര കൂടുതൽ ഇത്താ ശ്രദ്ധിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ വന്നിട്ട് 200 ചില്ലറേനെ ഉള്ളൂ. 200 ചില്ലറയല്ല, 200 ഇത്ര തന്നെ ഉള്ളൂ. ഇത്ര തരി. അപ്പൊ 6 മാസമായില്ലേ. എപ്പോഴല്ലേ ഞാൻ നോക്കിയത്. പിന്നെ BP കൂടുതൽ എന്ന് പറയുമ്പോ നമ്മൾക്ക് BP-യുടെ മരുന്നൊന്നും കഴിക്കാറില്ല. പക്ഷെ ഉപ്പിട്ട മാങ്ങ തിന്നില്ലേ, അതിലെനിക്ക് കൂടിപ്പോയി. ഉമ്മ വന്നിട്ടേ കണ്ടിന്യൂസ് ആയിട്ട് ഉമ്മക്ക് എന്താ പറയാ ഒരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ യാത്ര ചെയ്തതിൽ ഉമ്മക്കാകെ ക്ഷീണമായി. അപ്പൊ നാവിനൊരു ടേസ്റ്റ് അങ്ങനെ കിട്ടുന്നില്ല. ഉമ്മ ഉപ്പിലിട്ട മാങ്ങ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചപ്പോ അതിൽ ചെറിയൊരു പ്രഷറും കൂടി. പിന്നെ കുഴപ്പമില്ല. ചെക്ക് ചെയ്തപ്പോ ഷുഗർ അങ്ങനെ വലിയ കുഴപ്പം കൂടുതലില്ല. എന്നാലും ഒന്ന് ഡോക്ടർ പറഞ്ഞു ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഭക്ഷണം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് അൽഫാമിലോട്ട് അല്ലേ? അവിടെ എന്തായി കാര്യങ്ങള്? നമ്മള് പറഞ്ഞോ. അതിൽക്കൊരു മുട്ട പൊട്ടിച്ചു വെക്കാം. അതിനു മുമ്പ് നമ്മൾ തൈര് വിട്ടു അല്ലേ? പിന്നെ കോൺഫ്ലവർ കുറച്ച്. കോൺഫ്ലവർ നമ്മൾ അത്യാവശ്യത്തിന് കോൺഫ്ലവർ അതിലിട്ടിട്ടുണ്ട്. പിന്നെ അടുത്തൊരു നാരങ്ങ പിഴിഞ്ഞ് വെക്കാം അല്ലേ? ഇതിൽ ഇത്രയൊക്കെ മതിയില്ലേ? ഇത്രയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. നാരങ്ങ പിഴിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ മസാല കാര്യങ്ങളൊക്കെ റെഡിയാണ്. പിന്നെ ഒരു തൈര് ഇട്ടിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ഇനി കുറച്ചും കൂടിയും മുളക് പൊടി, ഉപ്പ് അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇതിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടി മുളക് പൊടി, എരിവ് കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ? നമ്മള് മുളകും പൊടിയും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇനി ഫുള്ളൊരു മിക്സ് ആക്കലേ. കടന്നല്ലേ 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 കുത്തിയാൽ. ശേഷം നമ്മള് ചിക്കന്റെ മസാലയും കൂട്ടൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞില്ലേ? സംഭവം അവിടെ റെഡിയാണ്. ചിക്കനും കൂടെ റെഡിയാണ്. നമുക്ക് ചിക്കനിലത് മറ്റേ അൽഫാമിന്റെ ആളെവിടെ? അൽഫാമിന്റെ ആള് വരുന്നുണ്ട്. അല്ല, ഇത് വെള്ളം പോകാൻ വെക്കണം എന്ന് പറഞ്ഞില്ലേ എന്നാള്? അപ്പൊ പോയിണ്ടാവില്ല. വെള്ളത്തിലല്ലേ ഇട്ട് വെച്ച്? ഏകദേശം നമ്മളേ ചിക്കനൊക്കെ വെള്ളം തോരാൻ വേണ്ടിട്ട് അരിപ്പ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. കണ്ടില്ലേ? അരിപ്പ പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. മസാല ഇവിടെ റെഡിയാണ്. മസാലയിൽ നമുക്കത് മിക്സ് ആക്കി ഫ്രിഡ്ജിലുണ്ട് കയറ്റി വെക്കാം. ഒരു മാക്സിമം 1 hour. 1 hourന് ശേഷം നമുക്ക് എടുക്കുക. എത്ര മണിക്കൂർ വെച്ചാലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതില് ഫ്ലേവർ ഇറങ്ങും. അത്രമാത്രം നമ്മൾ ഇതില് നല്ലതായിട്ട് പിടിക്കും. അപ്പൊ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എത്ര കൂടുതൽ വെക്കേണ്ടത്? ഷുഗർ ഉണ്ട്, ചിക്കൻ കഴിക്കാൻ പാടില്ല പേടിയുള്ളവർക്ക് നമുക്ക് ആ സാധനം വെച്ച് പൊരിച്ച് കഴിക്കാം. ധൈര്യമായിട്ട് കഴിക്കാം. ഒരു പീസൊക്കെ നമുക്ക് എയർ ഫ്രയറിൽ നല്ല കഴിക്കാൻ പൂതിയുള്ളവർക്ക് കഴിക്കാം. പക്ഷെ എനിക്ക് ഷുഗർ നല്ലോണം ഒന്നും കഴിക്കാറില്ല. ഞാൻ കഴിക്കാറുണ്ട് എന്നല്ല, കഴിച്ചിട്ടില്ല. ഇനി കഴിക്കണം. അന്ന് ഇതുപോലെ ഉണ്ടാക്കിയപ്പോ ഞാൻ പേടിച്ചിട്ട് ചെറിയ പീസനെ കഴിച്ചോളൂ. അതെന്താ സംഭവം എന്ന് വെച്ചാല് അതിൽ നമുക്ക് ഓയിലിന്റെ ആവശ്യമില്ല. അതിനൊന്നും ആവശ്യമില്ല. പക്ഷെ സത്യത്തില് ഓയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തേച്ച് ഓയില് പൊരിച്ചെടുത്ത പോലത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് ഷുഗർ ഉള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക്
കോഴി ചിക്കൻ അതുപോലെ ചെയ്ത് കഴിക്കണം. നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോ ചിലപ്പോ അവര് ബ്രഷ് കൊണ്ടൊക്കെ എണ്ണ തേച്ച് കൊടുക്കും. ഇതില് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ നമ്മളിതിൽ ശരിക്കും കാണിച്ചു തരാം. പക്ഷെ നമുക്കിത് എന്താ പറയാ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. എന്നാലും നമ്മളത് ഒരുപാട് പേർക്ക് ഉപകാരമാകും. കുറെ പേർക്ക് അറിയാം. അല്ല നമുക്കിപ്പോ ചിക്കൻ അൽഫാം അത് ഇതൊക്കെ വേണ്ട എന്ന് പറയണ്ടല്ലോ. അതേപോലെ പേടിച്ച് വിൽക്കേണ്ട ഒരു ആവശ്യമില്ല. പൂതിക്ക് ഒരു പീസൊക്കെ കഴിക്കാം. ഇങ്ങനെ പൊരിക്കുമ്പോ എണ്ണയിലൊക്കെ പൊരിക്കുമ്പോ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇനിയിപ്പോ എന്തായാലും ചിക്കൻ വെള്ളം വരാൻ വെക്കട്ടെ. മസാല അവിടെ റെഡിയാണ്. ഇനിയിപ്പോ അത് മിക്സ് ആക്കുക വേണ്ടു. പിന്നെ ഉമ്മാന്റെ ചിക്കൻ കറിയിലേക്ക് ഒക്കെ അരിഞ്ഞ് വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഒരു സന്തോഷ വാർത്ത കൂടി പറയണം. നാളെ എന്റെ സ്വത്തിനെ കൊണ്ടുവരിക. എന്റെ സ്വത്ത് മോള് വരികയാണ്. വന്ന് 10 ദിവസം നിർത്തി കൊണ്ടാക്കി കൊടുത്തു പെരുന്നാൾക്ക്, നോമ്പ് പെരുന്നാൾക്ക്. അപ്പൊ ഒന്നും നമ്മൾ വീഡിയോയില് കാണിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഇൻഷാ അല്ലാഹ് ഇനി എന്റെ സ്വത്തിനെ കാണിക്കും. നാളെ നമ്മുടെ എന്താ പറയാ അനിയന്റെ വൈഫും കുട്ടികളൊക്കെ ആയിട്ട് നാളെ നമ്മള് കുട്ടിയൊക്കെ ആയിട്ട് നാളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രം ഒരു വണ്ടി എടുത്ത് പോയി അവര് അവിടെ പോയി ഭക്ഷണം കഴിച്ച് നമ്മളിങ്ങോട്ട് കൊണ്ടുവരാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചെറിയൊരു വീഡിയോ നമുക്ക് ഇടണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കിയിട്ട് ഒരുപാട് പേര് നമുക്ക് കമന്റില് ഉണ്ണിനെ എന്താ കാണിക്കാത്തത്, ഇനി ഒരു മരുമോൾ അവരെന്താ അതില് നിക്കാത്തതെന്നൊക്കെ ചോദിക്കണ്ടേ. പിന്നെ ഈ ക്യാമറ പിടിക്കുന്ന ആള് മകളാണോ മരുമകളാണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പുറത്തു പോയാലും ഇതിൽ തന്നെ എന്റെ വാട്സപ്പ് നമ്പർ എടുത്തിട്ട് എനിക്ക് ഫോൺ ചെയ്യും. മാക്സിയുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ വിളിച്ചിട്ടും ചോദിക്കും, നിങ്ങൾ അത് മോളാണോ മരോളാണോ, ഞങ്ങൾക്ക് സംശയമാണ്, നിങ്ങൾ വിചാരിച്ച് മോളാണ്. മോളല്ലേ മരുമോള്. മൂത്തവള് രണ്ടാമത്തോളാണ് പ്രസവിച്ച് കിടക്കുന്നത്. അപ്പൊ ആ രണ്ടാമത്തെ അവളെയാണ് നാളെ നമ്മള് കൂട്ടിട്ട് വരാൻ പോണ്. പ്രസവിച്ചിട്ട് 7 മാസമായി. ഇനി ഞങ്ങളെ പുതിയൊരു എന്റെ സ്വത്ത് മോള് ഈ വീട്ടിലേക്ക് വരികയാണ്. ഇനിയിപ്പോ വ്ളോഗിൽ ആളൊക്കെ കരയണൊക്കെ കേക്കാം. ഇനി മുതൽ രണ്ടാള് നമ്മുടെ ഈ ഒരു കുടുംബത്തില് ആഡാണ്. പക്ഷെ ഇനി വീഡിയോസില് നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് പുതിയ മുഖം രണ്ടുപേരും കൂടി കാണും ഇൻഷാ അല്ലാഹ്. അതെ. അപ്പൊ എന്താ നമുക്ക് ചിക്കൻ കറിയിലോട്ട് പോവാം അല്ലേ? ഉമ്മ പറഞ്ഞോണ്ടേയിരിക്കും. നമുക്ക് അടുത്ത ചിക്കൻ കറിയിലോട്ട് പോവാം. മസാല നെക്സ്റ്റ് അടുത്തത് നമ്മള് എടുത്ത് വെള്ളമൊക്കെ പറഞ്ഞതിന് ശേഷം ചിക്കനിലാകെ 4 പീസല്ലേ ഉള്ളു. അപ്പൊ ഇതൊക്കെ ഈ മസാല ഒക്കെ ധാരാളമാണ്. ഇനിയിപ്പൊ കറീന്റെ ഉമ്മ 2 പീസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ 2 പീസ് നമുക്ക് കടം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ലെഗ് പീസ്. അതും കൂടി നമുക്ക് ഇതിൽ ആഡാക്കണം. എന്താ വെച്ചാൽ നമ്മള് മാത്രമല്ല, നമ്മളിവിടെ 4 പേര്, പിന്നെ കുഞ്ഞിപ്പാടെ വീടുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കണം. കറി ആയാലും ഇതുണ്ടാക്കുന്നതായാലും അവിടെ കുട്ടികളും എല്ലാവരും ഉള്ളതാണ്. വരും. അതെ, ക്ലാസ്സിക്ക് പോയിരിക്കാണ്. ഇൻഷാ അല്ലാഹ് അവര് സ്കൂളുള്ള സമയത്ത് ട്യൂഷൻ മദ്രസ അതൊക്കെ ഉള്ള കാരണം ആരും ഇങ്ങോട്ടൊന്നും കാണാൻ കിട്ടില്ല. അത് സ്കൂൾ ഇല്ലെങ്കിലേ എല്ലാവരും ഇവിടെ ആക്ടിവേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ പക്ഷെ അവരൊക്കെ നമ്മളെ വീഡിയോയില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം. എല്ലാ വീഡിയോസിലല്ല, ഇടയ്ക്കൊക്കെ ഏകദേശം വീഡിയോസിലൊക്കെ ഉണ്ട് പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുഞ്ഞമ്മയും അതെ ഒരുപാട് കമന്റ് വരാറുണ്ട് അതായത് കുട്ടികളെന്നൊക്കെ. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പാടെ കുട്ടിയാണ്. കുഞ്ഞിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ കുഞ്ഞിപ്പ എന്ന് പറഞ്ഞാൽ ചില ഏരിയയിൽ മനസ്സിലായില്ലെങ്കിൽ ഉപ്പാടെ അനിയന്റെ മക്കളാണ് അവരൊക്കെ. അപ്പൊ ഇന്ന് സ്കൂളുണ്ടല്ലോ, ഇന്ന് സ്കൂളിലേക്ക് പോയിരിക്കാണ് 2 പേരും. വൈകുന്നേരം വന്നാൽ നേരെ ട്യൂഷന് പോയി ഇൻഷാ അല്ലാഹ് വൈകുന്നേരമൊക്കെ എത്തും. അപ്പോഴേക്കും നമ്മൾ ഈ സാധനം അവർക്ക് എത്തിക്കാം. ഇന്നലെ അവർക്ക് ചെറിയ രീതിക്ക് മടിയായിരുന്നു. ഇന്ന് മടിയില്ല, തന്നെ പോയിട്ടാണ്. അപ്പോ അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ ചിക്കനൊക്കെ നമ്മള് സെറ്റാക്കി വെച്ചാണ്. 2 പീസ് ലെഗ് പീസ് അടിച്ച് മാറ്റിട്ടുണ്ട്. അവിടെ അരിഞ്ഞോ എന്റെ ഉമ്മയുടെ പരാതി കേട്ടിട്ടുണ്ട്. ദുബായിന്ന് കൊണ്ടുവരുന്ന കത്തികൾ മൂർച്ചയില്ല എന്നാണ് തീരെയില്ല. ദുബായിലെ എല്ലാ അറബികളും ശ്രദ്ധിക്കേണ്ടതാണ്. കത്തിയൊക്കെ നല്ല മൂർച്ച വയ്ക്കണം. അതുകൊണ്ടല്ല, നല്ല പൈസ കൊടുത്ത് നല്ല സാധനം വാങ്ങുകയാണെങ്കിൽ നല്ല കത്തി മൂർച്ചയുണ്ടാവും. ഇതൊക്കെ ഒറിജിനലുമാ. ഇത് പെട്ടെന്ന് മൂർച്ചയാകുമ്പോ അതൊരു കല്ല് അങ്ങനത്തെ സാധനങ്ങൾ അതിലിട്ട് അരച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മൂർച്ചയാക്കാവും. സ്റ്റെയിൻലെസ് സ്റ്റീലാണത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ.
നാട്ടില് ഇരുമ്പ് കത്തിയാണ് സൂപ്പർ. അത് അടിപൊളിയാണ്. മതിട്ടാ. ഇപ്പൊ നമ്മള് ചിക്കന് മസാല ഒക്കെ തേച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് നേരെ വെക്കുക വേണ്ടു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കാം. മസാലയൊക്കെ പരട്ടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ നമ്മള് ഫ്രിഡ്ജില് നാളെ നമ്മള് ഫ്രിഡ്ജില് വെച്ച് ഇന്ന് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതെ. അപ്പൊ നമ്മളേ മസാല പരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ ഫ്രീസറിൽ. ഒരു 1 hour അവിടെ ഇരിക്കട്ടെ. എടുത്തപ്പോ ഓടി വന്നാ അടുത്ത് സബോള അരിയണ ആളാണ് അവിടെ കിടന്നിങ്ങനെ കാക്കണേ. ഉമ്മ അവിടെ എന്താ ചെയ്യുന്നത്? ഉമ്മ എന്താ ചെയ്യുന്നത്? വെളുത്തുള്ളി ഇതൊക്കെ ഇടുക. വെളുത്തുള്ളി, പട്ട, കറാമ്പ്, ഏലക്ക ഒരു 2 എടുത്തിട്ട് അതിലിടുക. അപ്പൊ അരയ്ക്കുമ്പോ മസാലപ്പൊടി ഇട്ടാലും ഒരു മണം ഉണ്ടാവും. ഞാൻ അൽഫാമിന്റെ പണികൾ കഴിഞ്ഞിട്ട് മെല്ലെ മുങ്ങാന്ന് വെച്ചപ്പം അവര് ഉള്ളി അരിയാൻ പിടിപ്പിച്ചു. അൽഫാമിന്റെ പണി കഴിഞ്ഞിട്ടേ മെല്ലെ മുങ്ങാൻ വേണ്ടിയിരുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞ് മകനെ കുറച്ച് ഉള്ളി അരിയും. അപ്പൊ ഉള്ളി കൊണ്ടാട്ടി പണിയാട്ടാ. ഉമ്മ പാവം തോന്നിട്ട് നമ്മള് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ കൊണ്ടാട്ടി ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കിടന്ന് കരയണ കാരണം ചെയ്ത് കൊടുത്തതാ. നമ്മൾ നന്നായിട്ട് വാട്ടുന്നു. നല്ല കുഴമ്പ് പോലെ അല്ലേ? നല്ല കുഴമ്പ് പോലെ വാട്ടുന്നു. സബോള വാടി കഴിഞ്ഞാൽ ചിക്കൻ വെക്കാൻ ഒരു പേടിയില്ല. സബോള മാത്രം വാടും. സബോള വാടുന്നതിന് മാത്രമേ നമുക്ക് സമയം വേണ്ടെന്നാണ് സ്പെഷ്യൽ കുക്കായി ഉമ്മ പറഞ്ഞത്. ഇൻഷാ അല്ലാ. സബോള പെട്ടെന്ന് കുഴഞ്ഞിട്ടു അല്ലേ? ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞിട്ടു. പിടുത്തം കരിപ്പണി വേണ്ട. അപ്പൊ നമ്മള് ക്യാമറ ആള് വന്ന കാരണം ഇപ്പൊ ഉമ്മ അവിടെ അതിഗംഭീരമായ സബോള വയറ്റിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മള് ഓയിൽ ഒഴിച്ചു, അതിനുശേഷം സബോള ഇട്ടു, അതിനുശേഷം നമ്മള് ഉപ്പ് പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ടു. ഞാൻ ഇളക്കണം. അടുപ്പോ നമ്മ എടുത്തോ? ഞാൻ ഇളക്കാം. അടച്ചു വെച്ചു കഴിഞ്ഞിട്ട് ആവിയിൽ പെട്ടെന്നാവുന്ന പറഞ്ഞു. ഇനി അടുത്ത് എന്തൊക്കെയാ നമ്മൾ തക്കാളിയാണോ? തക്കാളി നന്നായിട്ട് അതിനുശേഷം നമ്മൾ തക്കാളി ഇടുന്നു. അതിനുശേഷം ചിക്കൻ, പിന്നെ ഈ അരച്ച് വെച്ച ഈ സാമഗ്രികളൊക്കെ ഇടുന്നു അല്ലേ? അതിനുശേഷം സ്പെഷ്യൽ നല്ല നന്നായി വെക്കും. പക്ഷെ എന്നാലും ഉമ്മാക്ക് ഒരു പേടിയുണ്ട്. അല്ല നല്ലത് വെക്കും, വരട്ടിയ പോലെ വെക്കും. നമുക്ക് ഇത്തിരി ചാറ് വേണം ദോശക്ക്. നാളെ കാലത്തേക്ക് ചട്നി ഉണ്ടാക്കാനൊക്കെ നേരം ഉണ്ടാവില്ല, പോണ്ടേ. അപ്പൊ ഒരു തരി കറി പോലെ നല്ല ഗുമ്മായിട്ടുള്ള റോസ്റ്റ് അല്ല, നല്ലൊരു തിക്കനസ് ആയിട്ടുള്ള അതുപോലെ ഉണ്ടാക്കട്ടെ. പിന്നെ നമ്മുടെ മറ്റേ സംഭവം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. അത് നമുക്ക് സെറ്റ് ആക്കണം. ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇല്ല. ഇഞ്ചിയും പച്ചമുളകും മാത്രം നമ്മൾ അടിച്ച് പേസ്റ്റ് വെച്ചത്. വെളുത്തുള്ളി ഞാൻ ഇളക്കണ. ഉമ്മക്ക് രസാണ് ഇളക്കാന്. ഞാനാണ് ഇപ്പൊ ഇളക്കി കൊടുക്കുന്നത്. അപ്പോ നല്ല സബോളയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് മൊത്തം മിക്സ് ആക്കാം. ഞാൻ പണ്ട് ഇതേപോലെ ഉമ്മാനെയൊക്കെ ഇങ്ങനെ നല്ല ഹെൽപ്പ് ആക്കാറുണ്ട്. അടിച്ചോരിയൊക്കെ തരും. ഷമീർ ചായ അതൊക്കെ വെച്ച് തരും. ചെയ്യാറുണ്ട്, 2 ആളും ചെയ്യാറുണ്ട്. എന്റെ ചെറുതും ചെയ്യും. അന്ന് ചെറുത് ചെയ്യും. ഇവന് ഭയങ്കര മടിയാ. അവൻ അമ്മക്ക് അടിച്ചോരി തരും, ഉള്ളൊക്കെ അടിച്ചോരി തരും. പക്ഷെ മൂത്തവനക്ക് ഭയങ്കര മടിയായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊക്കെ ചെയ്യും. അല്ല അന്ന് ഭയങ്കര മടിയാ. ചെറുപ്പത്തിൽ സ്കൂളൊക്കെ പോകുമ്പോ ചെറുത് ചെയ്തു തരും. റൂമുകളൊക്കെ അടിച്ചോരി തരും, ചായ കുടിച്ച് ക്ലാസ് കഴിഞ്ഞ് തരും. ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞാൽ ചായ തിളപ്പിച്ചോണ്ട് തരും. അതൊക്കെ ചെയ്യും. ഇവന് മോനിക്കൊന്നും അറിയില്ല, മൂത്തവനിക്ക്. ഇപ്പൊ പിന്നെ എല്ലാം അറിയും. ഇപ്പൊ ഇത്തിരി മടി ചെറുതിനായി. ഇപ്പൊ വലുതിന് കുഴപ്പമില്ല, ഇപ്പൊ ചെറുതിനാണ് ഇത്തിരി മടിയായി. 2 ആളും ചെയ്യും. ഇപ്പൊ പിന്നെ അത് ചെയ്യണമെന്നില്ല. അപ്പൊ 2 മരുമക്കള് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇൻഷാല്ലാ മരുമക്കള് വന്നിട്ടുണ്ടായാലും മൂത്ത കുരുമുളക് ഒന്നിനും കൊള്ളില്ല. എല്ലാ പണിയും ഉമ്മ എടുക്കുന്നു.
മൂത്ത മരുമോളും ചെയ്യും. രണ്ടാമത്തെ മരുമോളും ചെയ്യാനേ പറഞ്ഞ അധികം നിന്നിട്ടില്ല. മൂത്ത മരുമോളൊക്കെ എൻ്റെ മോളെ പോലെയാണ്, നല്ലോണം ചെയ്യും, സഹായിക്കും. എല്ലാം അവൾക്ക് അറിയണതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെയൊക്കെ ചെയ്യും. ഇനിയിപ്പോ രണ്ടാമത്തെ മരുമോള് വന്നാലും അവളും ഇതുപോലെയൊക്കെ കണ്ട് ഏട്ടത്തി എന്ത് അനിയത്തി കണ്ട് അങ്ങനെ നമ്മൾ കൂടെ നിർത്തി രണ്ടാളെയും പണി പഠിപ്പിച്ച് നമുക്കൊന്ന് റെസ്റ്റ്. അവർ പണി പഠിച്ച ശേഷം റെസ്റ്റ് മതി. ഇനി ഉമ്മ കഷ്ടപ്പെടണ്ട, ഇനി അവര് കഷ്ടപ്പെടുക, ഉമ്മ റെസ്റ്റ്. ഞാൻ അവര് ചെയ്യാന് അവര് പടിഞ്ഞു വരണം. ഉമ്മ അതുപോലെ ചെയ്യുന്നതൊക്കെ കണ്ട് 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 അവര് അടുക്കളയിൽ നിന്ന് അതൊക്കെ കണ്ട് പഠിച്ച് അങ്ങനെ ചെയ്യുമ്പോ ഉമ്മ റെസ്റ്റ്. അല്ലാതെ പിന്നെ അവരെ എടുത്തെടുത്തേ കൊണ്ടുപോയി ചെയ്യുന്ന പറയുമ്പോ അവർക്ക് അറിയില്ലല്ലോ. ഇത് നമ്മളേ കുക്കിംഗ് ഭരണം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്നുമില്ല, ഭരണം എന്ന് വെച്ചാൽ ഈ ഇളക്കൽ ഭരണം. അപ്പൊ അതുകൊണ്ട് അടുത്ത് ഉമ്മ എല്ലാവിധ പൊടികളും ഇടാൻ പോവാണ്. ഉമ്മ ചിക്കൻ മസാല ഇടുന്നുണ്ട്, ഒപ്പം ഞാൻ അടിപൊളിയായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. എൻ്റെ ഈ മിക്സിങ്ങിൽ മാത്രമായിരിക്കും തോന്നുന്നു എനിക്ക് ഈ ചിക്കൻ കറി ടേസ്റ്റ് വരിക. എന്ത് അത് ഞാൻ എന്തായാലും പറയും, ഞാൻ ഇളക്കിയ കാരണല്ലേ ഇതിങ്ങനെ. ഇത് കറുത്ത കളർ വരണം. നമ്മൾ എത്ര ഇളക്കിയാലും ഇത് ഉണ്ടാക്കുന്നവർക്ക് അത് തൃപ്തികരമാവില്ല. അതുകൊണ്ടാണ് ഉമ്മാന്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദൗത്യം അങ്ങോട്ട് കൊടുക്കാം. നപ്പിച്ചോളൂ. ശ്രീരാം നമ്മൾ ഇളക്കുമ്പോ ഈ അരികൊക്കെ നല്ലതില് ദാഹിച്ചു പണിയെടുത്തിട്ടേ. അപ്പൊ സോഡ കുടിക്കുക. അപ്പൊ ഇനി ഏകദേശം എത്ര സമയം എടുക്കുമാ? അത് 5-10 മിനിറ്റ് കൊണ്ട് അത് സെറ്റ് ആവും. സമയം എന്താ ഉണ്ടാവും? 2 മണിയോ? പറച്ചോനെ. പിന്നെ നമ്മള് ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, അതിൽ ചിക്കൻ കറി ഉമ്മ റെഡിയാക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല ഒക്കെ പുരട്ടി നല്ല ചെറിയ തീയിൽ വെച്ച് നമ്മളിവിടെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പോയി ശേഷം ഞാൻ അപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. ഉമ്മ അപ്പോഴേക്കും ഇനി ഒന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട് അതൊന്ന് താന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫായിക്കോന്ന് പറഞ്ഞപ്പോ ഓഫാക്കിയിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കറി നമുക്ക് ആദ്യം കാണാട്ടാ. ചിക്കൻ കറി കണ്ടില്ലേ, നല്ല ആവി പറക്കുന്ന ചിക്കൻ കറി, അധികം ചാറില്ലാണ്ട് നല്ല ഗ്രേവി ആയിട്ട് ഉമ്മയുടെ സ്റ്റൈലിലിട്ടാ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സെറ്റപ്പ് ആയിട്ടുണ്ട്. കുറച്ച് വെച്ചാൽ സാരിക്കുട്ടി ടേസ്റ്റ് ഒന്നും ചെയ്യാം. സംഭവം ടേസ്റ്റ് ചെയ്തപ്പോഴ ഉപ്പ് മുളക് അങ്ങനത്തെ എല്ലാ സാധനവും കറക്റ്റാണ്. നല്ല എന്താ പറയാ, ഒരു സ്ട്രോങ് ഉണ്ട്. സമയം 3 മണി ആയിട്ടാ. ഇനി ഈ സംഭവമായിട്ട് വേണം കഴിക്കാൻ. 4 മണി ചായന്റെ ഒപ്പം ചോറ് കഴിക്കേണ്ട വരും. നല്ല സ്ട്രോങ് ഉള്ള കാരണം ചുമ വന്ന്. ഇനി നമുക്ക് അടുത്തത് നമ്മള് ചിക്കൻ മറ്റേ അതിന്റെ പേരെന്താ, എയർ ഫ്രയറിലോട്ട് കിടക്കട്ടാ. അപ്പോ ബയോ അങ്ങനെ നമ്മൾ എയർ ഫ്രയർ ഒക്കെ ഇവിടെ കണ്ടില്ലേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് സാധനം എടുത്തിട്ട് അതിലോട്ട് വെക്കാട്ടാ. നമ്മള് ഇതിലേക്ക് വെക്കാണ്. 2 പീസായിട്ട് വെക്കല്ലേ? 2 പീസായിട്ട് വെക്കല്ലേ? കൂടുതൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയേക്കാലോ. അന്ന് തന്നെ നമ്മൾ 2 പീസ് ഒരുപാട് സമയം 3-4 വെച്ച ഹൈറ്റ് ഉണ്ടല്ലോ. അറിയില്ല, ഇതിൽ ആരെങ്കിലും ഉപയോഗിച്ച് ശീലമുള്ളവരാണോ ജസ്റ്റ് ഒന്ന് പറയണം. നമ്മള് ഹൈറ്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റുമോ ഇല്ലയോ? ഇനിയിപ്പോ ഒരു പീസ് ഉള്ളതും കൂടി വെക്കാം. വെച്ചോ. അതത് മാറ്റണോ? മതി ഇരുന്നോട്ടെ, വേണ്ട വെച്ചോ, ഇരുന്നോട്ടെ. തിക്കി വെച്ചിട്ടുണ്ട്. അതെ, നമുക്ക് നോക്കാം. എന്താ അറിയോ, ഓൾറെഡി ഇതിന് ഒരുപാട് സമയം പോകും. ഇത് വീണ്ടും പിന്നെ മറിച്ചിട്ട് തിരിച്ചിട്ട് സമയം ഒരുപാട് ആവണ്ട വെച്ചിട്ടാണ് നമ്മൾ 3 പീസിൽ ഒതുക്കിയിട്ടാ. ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുക. അതെ, പിന്നെ 1 മിനിറ്റ് ഞാൻ കൈ കഴിച്ചുതരാം. കഴിക്കട്ടെ. ഇതിലത്തെ സാമഗ്രികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താ, ഫ്രഞ്ച് ഫ്രൈസ് 200 ഡിഗ്രിയിൽ കേക്ക് ഉണ്ടാക്കാം. എന്താ സ്ട്രീക്ക് അതെന്താന്ന് അറിയില്ല. ബീഫിന്റെ ഒരു പീസ് പോലെയൊക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. പിസ്സ, ചിക്കൻ 200 ഡിഗ്രി, വെജിറ്റബിൾ, ഫിഷ് 180 ഡിഗ്രി. ഇത് ഇനിയിപ്പോ നമ്മള് ഓണാക്കുക. ജസ്റ്റ്
20 മിനിറ്റ്സ് സെറ്റാക്കി വെക്കുക. അത് പിന്നെ 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഇനി ടൈമർ ഓൺ ആയിട്ട് ഇത് ആവുമ്പത്തിനും ടിക് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് എത്തും. അപ്പോഴേക്കൊക്കെ അതിന്റെ മേൽഭാഗമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഇൻഷാല്ലാ അത് നമ്മളത് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പൊ ഇൻഷാല്ലാ സാധനം അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിരിക്കുന്നത്. 3 പീസ് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് ഉള്ള കാരണം നമുക്കത് ഫുള്ളായിട്ട് വെക്കണോ അതോ 2 പീസ് വെക്കണോ എന്ന കൺഫ്യൂഷനാണ്. എന്തായാലും ഇതിനെ കുറിച്ച് അറിയണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അതെങ്ങനെ ഫുൾ ആയിട്ടൊക്കെ വെക്കാൻ പറ്റുമോ? നമ്മളിത് ആദ്യമായിട്ട് കാണുന്നതും ഉണ്ടാക്കുന്നതൊക്കെ തോന്നുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഫുള്ളായിട്ട് വെക്കണ ഓപ്ഷൻ ആണോ എന്നും അറിയില്ല. നമ്മളെല്ലാം അൽഫാമിന്റെ പീസ് ഒരു കോയിനെ 4 പീസായിട്ട് കട്ടാക്കി വാങ്ങിയത്. അപ്പൊ ഇൻഷാല്ലാ അതെന്തായിരിക്കും നമുക്ക് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ എടുക്കുമ്പോ തന്നെ നമുക്ക് നോക്കാം എന്തായിരിക്കും അവസ്ഥ. കരിഞ്ഞിട്ടാണോ കരി കഴിഞ്ഞിട്ടാണോ നമുക്ക് നോക്കാട്ടാ. Oh my god. ഒന്നും പറയല്ലേ നിക്കട്ടാ. അപ്പൊ ഇനി അത് ഇനി കറങ്ങി ഒരു 10 മിനിറ്റുകൊണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. കറങ്ങി 10 മിനിറ്റ് കൊണ്ട് എല്ലാം സെറ്റ് ആവും. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അടുത്തത് ഇത്തിരി എന്താ പറയാ 3 പീസാണ് നമ്മളതിൽ വെച്ച. ഇനി അടുത്തതിൽ നമുക്ക് ഇത്തിരി 3 പീസ് അല്ലാതെ കൂടുതൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇനിയുള്ള പീസൊക്കെ ഇപ്പം ശരിക്കും ആ ഒരു ക്ലിപ്പ് കണ്ടിട്ടാവും ചിലപ്പോ ഈ ക്ലിപ്പ് കാണണ്ടാവുക. അതിന് നമ്മള് 2 പീസ് വലുത് തന്നെയല്ലേ. അപ്പൊ നമുക്ക് അത് അങ്ങനെ ഒരുമിച്ച് വെക്കാന്ന് വെച്ചിട്ടാ. ഇതൊക്കെ ഞങ്ങൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ കാണിച്ച എല്ലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എല്ലാം കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് മാത്രം. അപ്പോ അതില് കാണാൻ പറ്റില്ല. ഒരുപാട് പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു മറ്റേതിന്റെ ബാക്കി ഭാഗം ഇല്ലല്ലോ എന്ന്. അതിന്റെ ബാക്കി ഭാഗം സത്യത്തിൽ ഇല്ല. ഇതാണ് ബാക്കി ഭാഗം. അത് നിങ്ങള് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ എയർ ഫ്രയറിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോ കൊടുന്നതാ. വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. കാരണം കൊളസ്ട്രോള് അത് ഇതെന്ന് പറഞ്ഞിട്ട് എണ്ണയുടെ ഉപയോഗം ഇപ്പൊ ഭയങ്കര കൂടുതലാണല്ലോ. അപ്പൊ ഞാൻ ഇതേപോലെ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ വൈഫും ഉമ്മയെ പറഞ്ഞു വരുമ്പോ വാങ്ങിച്ചതായി വന്നു. ഞാൻ G-Passന്റെ ഒരു 4 ലിറ്റർ കപ്പാസിറ്റി ഉള്ള G-Passന്റെ ഒരു എയർ ഫ്രയറാ വാങ്ങിയത്. നമുക്ക് ഇത് ഉപയോഗിച്ച് ശീലമൊന്നുമില്ലല്ലോ. അപ്പൊ അതൊരു എങ്ങനെയാവും എന്നൊന്നും അറിയില്ലായിരുന്നു. വന്നു ചിക്കൻ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത വീഡിയോ ആണ് അന്ന് കണ്ടേ. അന്ന് നമ്മൾ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഒരുപാട് സമയമായി. ഇന്ന് തന്നെ ഉണ്ടല്ലോ ഉച്ചയൊക്കെ പ്ലാൻ ചെയ്തതാ. ഇപ്പൊ സമയം 3 മണിയായി. ഇനിയിപ്പോ ഇതൊക്കെ ആയി പിടിച്ച് ഭക്ഷണം കഴിച്ചു വരുമ്പോ ഇൻഷാല്ലാ എന്തായാലും 4 മണിയാവും. ഇനിയിപ്പോ ഇത് റെഡി ആയിന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞതും ടിക് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക വേണ്ടുള്ളൂ. അതെ. അപ്പൊ അതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. അതും കൂടി എടുത്ത് ഒരു വേറെ പാത്രത്തിൽ സെറ്റാക്കി ഇല്ല ഇന്ന് തന്നെ സെറ്റ് ആക്കും നമ്മൾ എന്തായാലും. എന്നിട്ട് ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുക. ചിക്കനും കൂടി ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള വിവരം നിങ്ങളുടെ അടുത്ത് പറയും. അപ്പോ ഈ സംഭവമൊക്കെ അല്ലേ നമ്മൾ സാധാരണക്കാർക്ക് അറിയാതിരിക്കും. എന്നാലും നിങ്ങൾക്ക് വാങ്ങിക്കണ ഉപകാരമായിരിക്കും. നമുക്ക് ഓയിലൊന്നും വേണ്ടല്ലോ. പക്ഷെ അതേ ടേസ്റ്റില് വേറെയും കുറെ സംഭവങ്ങൾ ഉണ്ടാക്കുക നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. നമ്മൾ ചിക്കൻ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. വേറെ സാധനങ്ങളും ഉണ്ടാക്കാം. അപ്പൊ ഓരോന്നേരം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഇത് വെച്ച് ടെസ്റ്റ് ചെയ്തെന്ന് മാത്രം. അപ്പൊ ഇൻഷാല്ലാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ കാണാം. സെറ്റ് ആണോ സാരിക്കുട്ടി? മറിച്ചിടേണ്ട വരുമോ? സാധനം കണ്ടില്ല 20 മിനിറ്റ് കൊണ്ട് സെറ്റ് ആണ് കേട്ടാ. അടിപൊളി സെറ്റ്. ഇനി നമ്മൾ ഇത് ഇതേപടി ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. തിരിച്ചിടണം കേട്ടോ. എന്താന്ന് വെച്ചാലേ ഞാൻ ആദ്യം വെച്ച് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എടുത്ത് പ്ലേറ്റിലേക്ക് വെക്കി സാലിക്കുട്ടി. എന്നിട്ട് മറ്റേ തിരിച്ചിട്ടിട്ട് ഇത് മേലെ വെച്ചു കൊടുത്താൽ മതി. ഈ ഭാഗം നമുക്കൊന്നും കൂടി മറച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കാണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഇതെന്തായാലും മേൽഭാഗമാണ് ഇതാവുന്നത്. അപ്പൊ എല്ലാം മേൽഭാഗം ഒന്ന് കാണുന്ന പോലെ ആയാലും മതി. അന്ന് നമ്മള് ബട്ടർ പേപ്പർ പോലെ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞു ശ്രദ്ധിക്കാം. ഞാൻ ഇത് വേണ്ടാന്ന് പറഞ്ഞ ബട്ടർ പേപ്പർ എല്ലാരും വെക്കുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ചിരുന്നു. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ നോക്കിട്ട് ജസ്റ്റ് ഒന്ന് പറയണേ. ആനൊക്കെ മറച്ചിട്ട് സെറ്റാക്കി ഇതാ വീണ്ടും അടുത്ത് കയറ്റുന്നുണ്ട്. 4 മണിയായി മക്കളെ, ഫുഡ് കഴിച്ചിട്ടില്ല. നന്നായിട്ട് കഴിക്കാന്ന് വെച്ചാ സെറ്റല്ലേ? ഇനിയിപ്പോ അതായിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ. ഉപ്പാക്ക് എന്താണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാനും ഉമ്മയും ചെറുക്കും ഞങ്ങൾ 3 ആളും കൂടിയിട്ട് കൊടല് കരിഞ്ഞു.
അതെ ഇതാവട്ടെ. ആവട്ടെ. സൈഡായി. അപ്പഴേ നമ്മള് ചിക്കൻ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അടിപൊളി. ഇതാ ചിക്കൻ കണ്ട നല്ല സൂപ്പർ ആയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചു. അപ്പൊ നമുക്ക് ഇത് എണ്ണ ഇല്ലാണ്ടും ഇങ്ങനെ ചെയ്യാം. ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഒരു പീസ് എടുത്ത് നമുക്ക് കഴിക്കാം. ഇതൊരു പീസ് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. ഒരു കോഴി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അവരൊക്കെ കഴിക്കുമ്പോ നമുക്ക് നോക്കിയിരിക്കണം എന്നില്ല. ഷുഗർ ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഒരു പീസ് കഴിക്കാം. അത് തുള്ളി എണ്ണ നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പൊ എന്റെ മോൻ വരുമ്പോ സാധനം കൊണ്ടുവന്നാണ്. അത് നമുക്ക് നല്ലൊരു ഉപകാരമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കഴിക്കാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിലും ഇതുപോലെ അപ്പൊ അടിപൊളിയാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യാ. അപ്പൊ എന്താ പറയാ, അടിപൊളിയായിട്ടുണ്ട്. നല്ല പോലെ വെന്തിട്ടുണ്ട്. കാണിച്ചേ, നല്ല പോലെ വെന്തിട്ടുണ്ട്. കണ്ട സൂപ്പറായിട്ട് ആവി പറക്കണ പോലെ വെന്തിട്ടുണ്ട്. നമ്മള് കഴിക്കട്ടെ. ഞാൻ കഴിച്ചു. സൂപ്പറായിട്ടുണ്ട്. ഞാൻ കഴിച്ചു. നാരങ്ങയും സബോളയും കുരുമുളകിന്റെ ടേസ്റ്റും കുരുമുളകിന്റെ ആ ഒരു ഇതും അടിപൊളിയായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാത്ത നേരെ ഭക്ഷണത്തിലോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നത് അല്ലേ? ഇഷ്ടമായാല് അപ്പൊ നമ്മുടെ ഇതെന്തുട്ടാ അൽഫാമാ? ഇത് അൽഫാമിന്റെ അപ്പൊ നമ്മുടെ അൽഫാം എന്നല്ല, അതിനെന്തോ ഒരു പേരാണ്, അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ഷെയർ ചെയ്യാ. വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിൽ വരാം ഇൻഷാ അല്ലാഹ്.